എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ച് ചില സൈക്കോളജിക്കൽ ഫാക്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സൈക്കോളജിയിൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയ ഫാക്റ്റുകളുണ്ട്, സത്യാവസ്ഥകളുണ്ട്. OCDയിലും അതേപോലെ വളരെ അംഗീകൃതമായ ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിക്കപ്പെട്ടതായ ചില ഫാക്ട്സ് അവൈലബിൾ ആണ്, സത്യാവസ്ഥകൾ അവൈലബിൾ ആണ്. ഇത് മിത്ത് ബസ്റ്റിംഗ് ആണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അവയെ നീക്കുവാൻ ഉതകുന്നതായ ചില സൈക്കോളജിക്കൽ എവിഡൻസ് ബേസ്ഡ് ഫാക്ട്സ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ വെറുതെ ഒരു വൃത്തിബോധമല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ലൈഫിൽ കുറച്ചൊക്കെ എല്ലാവർക്കും OCD ഉണ്ട്. ആക്ച്വലി ഇത് OCD അല്ല. കുറച്ച് വൃത്തി ഉണ്ടാവുന്നത്, കുറച്ച് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധമുണ്ടാവുന്നത്, ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുന്നത്, ഇതെല്ലാം സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ കോഷ്യസ്നെസ്സോ ആയിട്ടാണ് വരിക. പക്ഷെ OCDയിൽ അങ്ങനെയല്ല. അത് വെറും ഒരു വൃത്തിബോധമല്ല, അതൊരു ചാക്രിക പ്രക്രിയയാണ്. അത് അനാവശ്യമായ ചിന്തയല്ല. ഇവർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിനെ OCD എന്ന് പറയുന്നത് തന്നെ. ഇതൊരു അമിത വൃത്തിബോധമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് ഒബ്സഷൻ കമ്പൽഷൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ളതില് ഒബ്സഷൻ, ആങ്സൈറ്റി, കമ്പൽഷൻ എന്നൊരു ചാക്രിക പ്രക്രിയ നടക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, അത് വൃത്തിയുടെ കാര്യത്തിലുള്ള വിഷയത്തെക്കുറിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും വളരെ ഒബ്സസീവായ, റെക്കറന്റ് ആയ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നു. ആ ചിന്തകൾ ഈ വ്യക്തിക്ക് വളരെയധികം ഉത്കണ്ഠ, ആങ്സൈറ്റി കൊടുക്കുന്നു. ആ ആങ്സൈറ്റി ഒഴിവാക്കാൻ ഇവർ ഒരു കമ്പൽസീവ് പ്രവൃത്തി ചെയ്യുന്നു. ഇത് വളരെ പ്രധാനമാണ്. അത് ഈ ഒരു സൈക്കിൾ, ആ കമ്പൽസീവ് പ്രവൃത്തി ചെയ്യുമ്പോൾ താൽക്കാലികമായി ഈ വ്യക്തിയുടെ ആങ്സൈറ്റി കുറയും എങ്കിലും പിന്നീട് വീണ്ടും അതേ ഒബ്സഷൻ ഇവരുടെ മനസ്സിനെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ വീണ്ടും ആങ്സൈറ്റി വരുന്നു, വീണ്ടും കമ്പൽസീവ് പ്രക്രിയ ഇവർ ചെയ്യുന്നു. ഈ ചാക്രിക പ്രക്രിയ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ അവൈലബിൾ ആണ്. അതും ഇതിന്റെ ഒരു എവിഡൻസ് ബേസ്ഡ് സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്. മൂന്നാമത്, ഇവർക്ക് OCD ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച്, അതായത് OCD അനുഭവിക്കുന്ന, അതിൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് ഈ OCD ഉണ്ട് എന്നുള്ള വിഷയം അവർക്ക് 100% വ്യക്തമായി അറിയാം. പൂർണ്ണമായ ഉൾക്കാഴ്ച എന്നാണ് പറയുക. അവരുടെ ഈ പറയുന്ന ഒബ്സഷൻ യുക്തിരഹിതമാണ് എന്നും അവർക്കത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമില്ല എന്നും, കൈ കഴുകലാണെങ്കിൽ ഈ കൈ കഴുകൽ യുക്തിരഹിതമാണ്. ഒരു തവണ കൈ കഴുകിയാൽ, അവരുടെ കൈയിലെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ കയ്യിലെ രോഗാണുക്കൾ നശിച്ചു പോകും എന്നവർക്കറിയാം. അതുകൊണ്ട് വീണ്ടും കഴുകുന്നത് യുക്തിരഹിതമായ പ്രവൃത്തിയാണ് എന്നവർക്കറിയാം. എന്നിരുന്നിട്ടും അവർ അത് വീണ്ടും വീണ്ടും ചെയ്യുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറിലെ ചില പ്രധാനപ്പെട്ട കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ കൃത്യമായി ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ട് OCDയെ കുറിച്ചിട്ടുള്ളത്. OCD ബാധിക്കപ്പെട്ടവർക്ക് അവർക്കുള്ള OCD റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകളും ആങ്സൈറ്റിയും കമ്പൽഷനും ഈ സൈക്കിൾ മുഴുവനും യുക്തിരഹിതമാണ് എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു രോഗങ്ങളുണ്ടോ എന്ന് അവർ ഒരിക്കലും സംശയിക്കാറില്ല. അവർക്ക് OCD ഉണ്ട് എന്നവർക്ക് അറിയാം എന്നർത്ഥം. ഞാൻ OCDയുടെയും ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക് ഇവയെല്ലാം ഒരു പരിധിവരെ സ്വയം ചികിത്സിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം, CBTയുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. CBTയുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം, വായിക്കാം. അടുത്തത് തലച്ചോറിലെ ചില സന്ദേശങ്ങളാണ്. അതിൽ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സും അതേപോലെ കോഡേറ്റ് ന്യൂക്ലിയസും ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയമുണ്ട്. ആ ആശയവിനിമയം തകരാറിലാവുന്നു. ഏതെങ്കിലും ഒരു വിഷയം, അതായത് സാധാരണ മനുഷ്യർ, ഈ OCD ഇല്ലാത്ത മനുഷ്യർക്ക് ഇപ്പൊ വാതിൽ അടച്ചു, ലോക്ക് ചെയ്തു,
ഇപ്പൊ ലോക്ക് ചെയ്താൽ മനസ്സ് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. പക്ഷേ ആ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സും കോഡേറ്റ് ന്യൂക്ലിയസും തമ്മിലുള്ള സന്ദേശം കൈമാറൽ പിശക് കാരണം ഇത് പോരാ, ഇത് മതിയോ എന്നുള്ള ചോദ്യത്തിന് മതി എന്ന് മറുപടി പറയുന്നതിന് പകരം പോരാ എന്നുള്ള മറുപടി വരുന്നു. ഇതും വളരെയധികം എവിഡൻസ് ബേസ്ഡ് സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്. OCDയുടെ തലച്ചോറിലെ സന്ദേശങ്ങളുടെ പിശകാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻട്രൂസീവ് ചിന്തകൾ എല്ലാവർക്കും വരാറുണ്ട്. അതൊരു സാധാരണ സംഭവമാണ്. ഇൻട്രൂസീവ് ചിന്തകൾ നമ്മൾ ഏതൊരു സാഹചര്യത്തിൽപ്പെട്ടാലും അതുമായി ബന്ധപ്പെട്ട് ഇൻട്രൂസീവ് ചിന്തകൾ നമുക്ക് വരും. പക്ഷെ സാധാരണക്കാർ, അത് ഇൻട്രൂസീവ് ചിന്തകൾ വരുമ്പോൾ സാധാരണക്കാർ ആ ചിന്തകളെ അവഗണിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു തവണ നമ്മുടെ കാലൊരു കല്ലിൽ തട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കല്ലിൽ തട്ടി നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം അതേ വഴി പോകുമ്പോൾ ഈ കല്ലവിടെ ഉണ്ടോ എന്ന് നോക്കി പോകുന്നത് സ്വാഭാവികമാണ്. അതൊരു ഇൻട്രൂസീവ് ചിന്തയാണ്. ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് ആ ഇൻട്രൂസീവ് ചിന്ത വന്നു എന്ന് വരാം. പക്ഷേ എല്ലാ തവണയും അതേ ഇൻട്രൂസീവ് തിങ്കിങ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാവുന്നത്. അപ്പോൾ ഇവർക്ക് ഇൻട്രൂസീവ് തിങ്കിങ് സാധാരണ മനുഷ്യർക്ക് 1-2 പ്രാവശ്യം വരുമ്പോഴേക്കും മൂന്നാമത്തെ പ്രാവശ്യം അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയും. എന്നാൽ OCD ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സന്ദേശങ്ങളിലെ ലിങ്ക് അത് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട്, മതി എന്ന് തലച്ചോറ് പറയാത്തത് കൊണ്ട് ഈ സൈക്കിൾ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നവും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. 6ാമത് മാജിക്കൽ തിങ്കിങ്. അതായത് OCDയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട മാജിക്കൽ തിങ്ക് ഉണ്ട്. കാതലായ ഒരു സ്വഭാവമാണ് മാജിക്കൽ തിങ്കിൽ അല്ലെങ്കിൽ മാന്ത്രിക ചിന്ത. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഒരു സ്വിച്ച് 5 തവണ ഓൺ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നവർ OCD രൂപത്തിൽ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. ക്ലോക്ക് കൃത്യം 4 മണി സമയത്ത് ഞാൻ ആ റൂമിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കാം എന്നൊരു തോന്നൽ ഇവർക്ക് വരാം. അതുകൊണ്ട് ഇവർ കൃത്യം 4 മണി ആകുമ്പോൾ 3:55 റൂമിൽ നിന്ന് പുറത്തു പോവുകയും 4:05 തിരിച്ചു വരികയും ചെയ്യും. കാരണം ഇവർ ചിന്തിക്കുന്നത് 4 മണി അടിച്ചു കഴിഞ്ഞാൽ 4 മണി സമയത്ത് ഞാൻ റൂമിൽ ഉണ്ടായാൽ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ മാജിക്കൽ തിങ്കിങ് OCD എന്ന് പറയുന്നു. പിന്നെ മസ്തിഷ്കത്തിലെ ഹൈവേ തകരാർ. ആ അവസ്ഥയ്ക്ക് പിന്നിൽ ഒരു പ്രത്യേക ലൂപ്പിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സിന്റെയും അതേപോലെ സ്ട്രാറ്റത്തിന്റെയും തലാമസിന്റെയും ഇടയിലുള്ള ഈ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് തകരാറിലാവുന്നത് വഴി മതി എന്നുള്ള സിഗ്നൽ നമ്മുടെ തലച്ചോറിന് കൊടുക്കാൻ കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള സാഹചര്യം വരുമ്പോൾ അത് മതി, ഓക്കെ ഇറ്റ്സ് ഓക്കെ, അതൊക്കെ മതി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന OCDയുടെ 7 എവിഡൻസ് ബേസ്ഡ് സൈക്കോളജിക്കൽ ഫാക്ട്. അതായത് മനഃശാസ്ത്ര രീതിയിലുള്ള യാഥാർത്ഥ്യം. ഇത് പല മിത്തുകളെയും ബെസ്റ്റ് ചെയ്യും. എല്ലാവർക്കും OCD ഉണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം തെറ്റാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേപോലെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ളവർക്ക് കൃത്യമായി അറിയാം അവർക്ക് ഈ പറയുന്ന ചിന്തകളെല്ലാം ഒരു തരത്തിലും യുക്തമല്ല, യുക്തിക്ക് നിരക്കാത്ത ചിന്തകളാണ് എന്നറിയാം. പക്ഷെ എന്നാലും അവർക്ക് ഈ ചിന്തകളെ ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല, ഒബ്സഷന് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല.